കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന ഈ തിരുവചന പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിൽ നിന്നും പഠിക്കുന്നതിനായി അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് അതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ തക്ക കൃപ അടിയങ്ങൾക്ക് തരുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പഠനത്തിനായി ഞാൻ തിരുവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 3:1. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 3:1. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 2:8. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയർ 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയർ 4:4. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ ഈ സമയത്ത് വായിച്ചത്. ഇതൊക്കെയും വളരെ സുപരിചിതമാണ്. ഇത് വായിക്കുമ്പോൾ നാം ചിന്തിക്കും, ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണല്ലോ എന്ന്. ഒരുപക്ഷെ ഈ വിഷയത്തെ അധികരിച്ച് വളരെയധികം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ വളരെ ലളിതം എന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നുണ്ട്. എങ്കിലും ഈ വേദഭാഗത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഗ്രഹിപ്പാൻ തക്കവണ്ണം ബുദ്ധിമുട്ടുകൾ പല സമയത്തും അനുഭവപ്പെട്ടിട്ടുണ്ട്. നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ 7.5 ബില്യൺ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. 7.5 ബില്യൺ എന്ന് പറഞ്ഞാൽ 7500 ദശലക്ഷം മനുഷ്യർ ജീവിക്കുന്നതായ ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ഭാരതത്തെ പോലെയുള്ളതായ ഒരു രാജ്യമാണെങ്കിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിത്തിരക്കിയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പട്ടണങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം, വളരെയധികം തിക്കിത്തിരക്കി മനുഷ്യർ നമ്മെ തന്നെ തള്ളി ഇടുന്നതായ ഒരവസ്ഥ പലപ്പോഴും നമുക്ക് അനുഭവിക്കാറുണ്ട്. ഈ 7.5 ബില്യൺ മനുഷ്യരിൽ, അല്ലെങ്കിൽ 7500 ദശലക്ഷം മനുഷ്യരിൽ 22,000 കുട്ടികൾ ഓരോ ദിവസവും പട്ടിണി മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 80% മനുഷ്യർ ഭക്ഷണം പോലും കഴിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത വിധം അത്രമാത്രം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതായ മനുഷ്യരിൽ 80%. 72 ദശലക്ഷം ജനങ്ങൾക്ക് സ്കൂളിൽ പോകുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. 28% കുട്ടികൾ ഭൂമിയിൽ ജനിക്കുന്നതായ കുട്ടികളിൽ 28% കുട്ടികൾ ഭാരം കുറവുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരായിട്ടാണ് ജനിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്നതായ 1000 മില്യൺ മനുഷ്യർക്ക്, 1000 ദശലക്ഷം മനുഷ്യർക്ക് എഴുതുവാനോ വായിക്കുവാനോ അറിവില്ലാത്തവരാണ്. അതുപോലെ തന്നെ 40 മില്യൺ മനുഷ്യർ കഠിനമായ രോഗത്താൽ, എയ്ഡ്സ്, HIV തുടങ്ങിയതായ രോഗത്താൽ കഷ്ടപ്പെടുന്നവരും, ഏകദേശം 3 മില്യണോളം ആൾക്കാർ ഈ രോഗം മൂലം ഓരോ ദിവസവും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. 500 മില്യൺ മലേറിയ കേസുകൾ ഈ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ബില്യൺ ജനങ്ങൾക്ക്, അതായത് 1000 മില്യൺ ജനങ്ങൾക്ക് ഈ ലോകത്തിൽ കുടിക്കുവാനുള്ളതായ വെള്ളം ലഭിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ നാം ജീവിക്കുന്നതായ സംസ്ഥാനത്തിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ വെള്ളത്തിന് വേണ്ടി, ഒരു ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ജനം വളരെയധികം ദൂരം യാത്ര ചെയ്യുന്നത് നാം പലപ്പോഴും കാണാറുണ്ട്. വെള്ളമില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ഏകദേശം 660 മില്യണോളം ആൾക്കാർക്ക് ശുചിത്വമായ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. അവർക്ക്
ടോയ്ലറ്റുകളില്ല, അവർക്ക് കിടന്നുറങ്ങുവാനുള്ള സ്ഥലങ്ങളില്ല, കുളിക്കുവാൻ തക്കവണ്ണം കുളിമുറികളില്ല. അങ്ങനെ ഏറ്റവും അധികം രോഗങ്ങൾ പിടിപെടുവാൻ തക്കവണ്ണം സാധിക്കുന്ന അവസ്ഥയിലാണ് ഇവരൊക്കെയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 385 മില്യൺ മനുഷ്യർ, അല്ലെങ്കിൽ അതിൽ അധികം മനുഷ്യർ ഒരു ദിവസം 60 രൂപയിൽ താഴെ വരുമാനം ഉള്ളവരാണ്. ഇങ്ങനെ ജീവിക്കുന്നതായ മനുഷ്യരുള്ളതായ ഒരു ലോകത്തിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പൗലോസ് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവീഥികളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, കടത്തിണ്ണകളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നതായ മനുഷ്യരുള്ളതായ ഒരു ലോകത്തിൽ പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് നമ്മളോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. ഇതുമാത്രമല്ല, നമ്മുടെ ലോകത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത് ഏകദേശം 300ഓളം യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, 1990കളിൽ നടന്നതായ ഗൾഫ് യുദ്ധത്തിൻ്റെ ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത് $61 ബില്യൺ. 61 ബില്യൺ ചെലവാക്കി നടത്തിയതായ ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ജനം മരിച്ചുപോയി. ആയിരക്കണക്കിന് ആൾക്കാർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ രോഗങ്ങളാൽ ഇന്നും അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 700ഓളം എണ്ണക്കിണറുകൾ അവരെ തീവച്ച് നശിപ്പിച്ചു. ഇങ്ങനെ കലാപങ്ങളും പ്രശ്നങ്ങളും ദാരിദ്ര്യങ്ങളും യുദ്ധങ്ങളും രോഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് എപ്രകാരമാണ് എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? പൗലോസ് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. യുദ്ധവും ദാരിദ്ര്യവും പട്ടിണിയും മാത്രമല്ല ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ. പ്രകൃതിക്ഷോഭങ്ങൾ ലോകത്തെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ദിവസം, ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെങ്കിൽ ഒരു ദിവസം 50ഓളം ഭൂമികുലുക്കങ്ങൾ നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. 50 ഭൂമികുലുക്കം ഒരു ദിവസം ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ ഭൂമികുലുക്കം സംഭവിക്കുകയാണെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ ക്രൂരത നിറഞ്ഞതായ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കെങ്ങനെ എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും? പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്താണ്? മദ്യം തരുന്നതായ സന്തോഷത്തെക്കുറിച്ചാണോ അദ്ദേഹം സംസാരിക്കുന്നത്? ടെലിവിഷനിൽ നിന്നും നാം കോമഡി പരിപാടികൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതായ സന്തോഷത്തെക്കുറിച്ചാണോ അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹം ചിന്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ദിനംതോറും എപ്പോഴും സന്തോഷിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്? ഞാൻ ഹെബക്കൂക്ക് പ്രവചനത്തിൽ നിന്നും അതിൻ്റെ 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കട്ടെ. ഹെബക്കൂക്ക് 3-ന്റെ 17 മുതൽ 19 വരെയുള്ളതായ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവല്ലിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിച്ചേ, ഈ ലോകം മുഴുവനും എനിക്കെതിരായി തീരും, ഈ ലോകത്തിൽ യാതൊന്നും എനിക്ക് അനുകൂലമല്ലാതായി തീർന്നാലും, സകല കതകുകളും എനിക്ക് വിരോധമായി അടഞ്ഞാലും ഞാൻ എന്തു ചെയ്യും? ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിൻ്റെ കഷ്ടതയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം നിനക്ക് സാധിക്കുമോ? അപ്പോസ്തലനായ പൗലോസ് എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കഷ്ടതയിൽ സന്തോഷിക്കുക എന്നാണ്.
കഷ്ടതയിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കുമോ? നിൻ്റെ ഡോക്ടർ നിനക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ, നിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് എതിരായി തീരുമ്പോൾ, നിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി അവിടെ നിന്നും തോറ്റ് മടങ്ങി വരുമ്പോൾ, നിൻ്റെ പ്ലാനുകളൊക്കെയും പരാജയപ്പെടുമ്പോൾ, നീ ബാങ്ക് ലോണിന് അപേക്ഷിച്ച് കിട്ടാതിരിക്കുമ്പോൾ നിനക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? പരീക്ഷ എഴുതി നീ പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ, ഇൻ്റർവ്യൂ നീ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിൽ നിനക്ക് ജോലി ലഭിക്കാതെ വരുമ്പോൾ, നിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവമേ സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം, ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം, ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന് പറയുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കുമോ? ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവലിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ഈ ലോകത്തിൽ ഏറ്റവും വലിയ, നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. നമുക്കറിയാം ഇയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്നുള്ളതായ വിശ്വാസം. ആ വിശ്വാസമാണ് കഷ്ടതകളിൽ നമ്മെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രേരണ തരുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കട്ടെ. 1 പത്രോസ് 4:12 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു കൂടി എന്ന് വെച്ച് അതിശയിക്കരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുന്തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ സന്തോഷിച്ചു കൊള്ളുവീൻ. ഇങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഇങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുമെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കും. റോമാലേഖനം 3:5 മുതൽ 5 വരെയുള്ളതായ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, റോമാ സഭയ്ക്ക് എഴുതുന്നത്, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമുക്ക് കഷ്ടങ്ങളിൽ, നമുക്ക് ബുദ്ധിമുട്ടുകളിൽ, പരാജയങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ, രോഗങ്ങളിൽ ഒക്കെയും പ്രശംസിക്കുവാൻ തക്കവണ്ണം, സന്തോഷിക്കുവാൻ തക്കവണ്ണം വകയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അങ്ങനെ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം കഷ്ടത നമ്മെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കഷ്ടതയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തത്? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായി തീർന്നെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഇന്ന് പകൽക്കാലം അങ്ങനെ പാടുവാൻ തക്കവണ്ണം, ഈ പാട്ടുകാരനോട് ചേർന്ന്, ഈ ഭക്തനോട് ചേർന്ന് നമുക്ക് പാടുവാൻ തക്കവണ്ണം നമുക്കും സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു പാട്ടുകാരൻ പറയുന്നത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണൻ ആക്കുകയെ എന്നാണ്. അങ്ങനെ കഷ്ടതയിൽ സന്തോഷിക്കുക, ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ നമ്മോട് പറയുന്നത്. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഇനിയും നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ പറയുന്നത് യെശയ്യാ പ്രവചനം 25:9 ഞാൻ വായിക്കുകയാണ്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് പറയും. നാം ഒന്നാമതായി സന്തോഷിക്കേണ്ടത് നമ്മുടെ കഷ്ടതയിലാണ്. നാം രണ്ടാമതായി സന്തോഷിക്കേണ്ടത് നമ്മുടെ രക്ഷയിലാണ്. യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് നാം രണ്ടാമതായി സന്തോഷിക്കേണ്ടത്. നാം ദൈവ
കുടുംബത്തിൻ്റെ അംഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം തരേണ്ടത്. നിങ്ങൾ ദൈവ കുടുംബത്തിലെ അംഗമാണോ? യേശുക്രിസ്തുവിൻ്റെ പിതൃത്വം നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ നിങ്ങൾ? 1 ശമൂവേൽ 2:1 ഞാൻ വായിക്കട്ടെ. ഇവിടെ പറയുന്നത്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. സങ്കീർത്തനം 13:5 എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു എന്ന് നാം വായിക്കുന്നു. സങ്കീർത്തനം 20:5 അതുപോലെ തന്നെയുള്ളതായ ഒരു വാക്യമാണ് സങ്കീർത്തനം 20:5. ഇവിടെ പറയുന്നത്, ഞങ്ങൾ നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അഖിലാണ്ടത്തിൽ ഒരിടത്തും ഒതുക്കുവാൻ തക്കവണ്ണം സാധിക്കാത്തതായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഗലീല കടപ്പുറത്ത്, ഗലീല ദേശത്ത് ഒരു ചെറിയ ബാലനായി ജനിച്ച് അവിടെ ഓടി നടന്ന് ക്രൂശന്മേൽ മരിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയത് നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തു ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതകളിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് അവൻ്റെ 2ാം വരവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ മുൻപോട്ട് പോകട്ടെ. നമുക്കിനിയും സന്തോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്തിലാണ്? 1 പത്രോസ് 4:13 നാം ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ആനന്ദിപ്പാൻ ഇടം വരും. നാം സന്തോഷിക്കേണ്ടത് നമ്മുടെ കഷ്ടതയിലാണ്. നാം സന്തോഷിക്കേണ്ടത് നമ്മുടെ രക്ഷയിലാണ്. 3-ാമതായി നാം സന്തോഷിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ളതായ കാര്യത്തിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവൻ നമുക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടാണ് പോയത്. നാം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പിന്നെയും ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടുന്നതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരോട്. 1 തെസ്സലോനിക്കർ 5:2 നാം ഇപ്രകാരം വായിക്കുന്നു, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. 1 തെസ്സലോനിക്കർ 4:16 1 തെസ്സലോനിയൻ 4:16 നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നാണ്. ഈ വാക്യത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതായ ഒരു ചെറിയൊരു വാക്കുണ്ട്, കർത്താവ് താൻ. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഹിംസെൽഫ് എന്നാണ്. ദ ലോർഡ് ഹിംസെൽഫ്. കർത്താവ് താൻ. കർത്താവിന് വേണമെങ്കിൽ കുറേ ദൂതന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് നമ്മെ ഇവിടുന്ന് ശേഖരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം സാധിക്കും. അവനത് സാധിക്കും. പക്ഷേ അവൻ ദൂതന്മാരെ അയക്കുകയല്ല ചെയ്യുന്നത്. അവൻ സകല ദൂത സഞ്ചയത്തോടും കൂടെ സ്വർഗം മുഴുവനും അവൻ്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം പോവുകയാണ്, നമ്മെ ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി. 1 യോഹന്നാൻ്റെ ലേഖനം 3:2 നാം വായിക്കുന്നത്, അവൻ വരുമ്പോൾ അവനെ കാണുമ്പോൾ നാം അവനോട് സദൃശന്മാർ ആയിത്തീരും എന്നാണ്. യൂദായുടെ ലേഖനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ തൻ്റെ ജനത്തെ ചേർക്കുവാൻ തക്കവണ്ണം വരുന്നു എന്ന് വായിക്കുന്നു. ഇതൊക്കെയും യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും കർത്താവ് തൻ്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവ് മടങ്ങി വരുമ്പോൾ അവനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പൗലോസ് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ കഷ്ടതയിൽ സന്തോഷിക്കുക. 2-ാമത് നമ്മുടെ രക്ഷയിൽ സന്തോഷിക്കുക. 3-ാമത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ളതായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ സന്തോഷിക്കുക. കർത്താവ് മടങ്ങി വരുമ്പോൾ നമുക്ക് അവനോടുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ മുമ്പേ വായിച്ചത് ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ഞാൻ മുമ്പേ വായിച്ചതായ അല്ലെങ്കിൽ പറഞ്ഞതായ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്. യേശുക്രിസ്തു മടങ്ങി വരുന്നതായ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ ജീവിക്കണം. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവന് മാത്രമേ യേശുക്രിസ്തുവിൽ മരിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. കേരളത്തിൽ മരിക്കണമെങ്കിൽ കേരളത്തിൽ ജീവിക്കണം. തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും കേരളത്തിൽ മരിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് യേശുക്രിസ്തുവിൽ മരിക്കുന്നത്. യേശുക്രിസ്തുവിൽ മരിക്കുന്നവരാണ് മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നത്. നാം ഒരിക്കലും ആ കാര്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം വായിച്ച് അതിന് പ്രകാരം ജീവിപ്പാനുള്ളതായ കൃപ
പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുവെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നമുക്ക് അവനോടൊപ്പം പോകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ആകയാൽ ഞാൻ ഒരു ഭാഗം കൂടെ മുൻപോട്ട് പോകട്ടെ. നമുക്ക് സന്തോഷിക്കുവാൻ ഇനിയും വകയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ ഒരു വാക്യമാണ് ഇത്. ഞാൻ വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. കർത്താവിൻ്റെ ശിഷ്യന്മാർ പുറത്തു പോയി സുവിശേഷ വേലയൊക്കെയും ചെയ്തു, വലിയ പ്രവൃത്തികളൊക്കെ ചെയ്ത് വലിയ സന്തോഷത്തോടുകൂടെ തിരിച്ചു വന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ പോയി വലിയ നേട്ടങ്ങളൊക്കെ കൊയ്തു, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെയൊക്കെയും പുറത്താക്കി, ഞങ്ങൾ വലിയ അത്ഭുത പ്രവൃത്തികളൊക്കെയും ചെയ്തു, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ നേട്ടങ്ങളിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കും. നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിൽ സന്തോഷമുണ്ടാകും. നമ്മളൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അതിൽ സന്തോഷമുണ്ടാകും. നമ്മൾ നല്ലൊരു വീട് വെക്കുകയാണെങ്കിൽ നമുക്കതിൽ സന്തോഷമുണ്ടാകും. ഒരു വീട് വെച്ചിട്ട് നമുക്കിരുന്ന് കരയാൻ പറ്റത്തില്ല. ഒരു വീട് വെച്ചിട്ട് അതേ നോക്കിയിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കും നമുക്കെന്തോ സാരമായ പ്രശ്നമുണ്ടെന്ന്. ഒരിക്കലും നമ്മൾ അത് ചെയ്യണമെന്നല്ല, അങ്ങനെ ചെയ്യണമെന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. കർത്താവ് പറയുന്നത് നമുക്കിവിടെയുള്ളതായ ഭൗമികമായ നമ്മുടെ നേട്ടങ്ങളെക്കാൾ ഒക്കെയും വലുത്, ഭൗമികമായ നേട്ടങ്ങളിൽ സന്തോഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ആ സന്തോഷത്തെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. ആ സന്തോഷത്തെക്കുറിച്ചല്ല പൗലോസ് നിങ്ങളെപ്പോഴും സന്തോഷിപ്പീനെന്ന് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്ന ആ സന്തോഷം അല്ല. കർത്താവ് പറയുന്നത്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കിയാൽ അതിൽ സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സ്വർഗത്തിൽ ചില പുസ്തകങ്ങളുണ്ട്. സ്വർഗത്തിൽ ചില പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകത്തിൻ്റെ പേരാണ് ജീവൻ്റെ പുസ്തകം എന്ന്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തതായ സകല മനുഷ്യരെയും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്നാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളതായ ജനസമൂഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ അതിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അങ്ങനെ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരാണ് ഈ ലോകത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ടത്, ആത്മീയ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടത്. ആ ആത്മീയ സന്തോഷത്തെക്കുറിച്ചാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് സന്തോഷിക്കാം, നമ്മുടെ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ നമുക്ക് സന്തോഷിക്കാം, സ്വർഗത്തിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടിരിക്കാൻ നമുക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനത്തെ കേട്ടതായി നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ. വചനം കേട്ട അനുഗ്രഹം പ്രാപിച്ച് അതിന് പ്രകാരം ജീവിപ്പാനുള്ളതായ കൃപയെ നീ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഞങ്ങൾ ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നതായ പുസ്തകങ്ങൾ, ലഘുലേഖകൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്നതായ വിലാസത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.